ഹലോ അസ്സലാമു വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റുന്ന ഒരു കിഡ്ലൻ ഡ്രിങ്ക് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഇതെന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ തരിക്കഞ്ഞിക്ക് പകരമായിട്ട് ഉണ്ടാക്കുന്ന പാലൂതയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ, നമ്മൾ മലപ്പുറംകാർ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് കണ്ണൂർക്കാർ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് പാലൂത. അപ്പോൾ ആ ഒരു പാലൂതയുടെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് 3 കപ്പ് പാലൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ 3 കപ്പ് പാലൊഴിച്ച് കൊടുത്ത ശേഷം സെയിം കപ്പിന് തന്നെ 3 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നു. നമ്മുടെ നോർമൽ വാട്ടറും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലാസ്സിനാണെങ്കിൽ ആ ഒരു സെയിം ഗ്ലാസ്സിന് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതാ ചെറിയൊരു പീസ് നമ്മുടെ സവാള ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ നമുക്കതിൽ നിന്ന് ഒഴിവാക്കാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ അത് എടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ചെറിയൊരു പീസ് പട്ടയും അതുപോലെ തന്നെ ഒരു 3-4 ഏലക്ക ചതച്ചിട്ട് കൊടുക്കും. അപ്പം 3 ഏലക്കായ ഞാൻ ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 കപ്പ് പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ആ പാലിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കലക്കിയിട്ട് മാറ്റി വെക്കുക. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാലൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് പഞ്ചസാര ചേർക്കുമ്പോൾ അതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ മൈദപ്പൊടി നന്നായിട്ട് കലക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചാൽ മതി. ഇത് തിളച്ച് വന്ന ശേഷമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള മൈദ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 2-3 മിനിറ്റ് നേരം നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. അതുപോലെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കാൻ മറക്കുകയും ചെയ്യരുത്, അടി പിടിക്കും. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത ശേഷം നമുക്കിതിലേക്ക് പിന്നെ പാത്രത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാരയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു സംഭവം കൂടെ ചെയ്യാനുണ്ട്. നെയ്യിലൊന്ന് വറവിടാനുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത ശേഷം നമുക്കതിലുള്ള നമ്മൾ ഇട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കോരിയെടുക്കാം. നമ്മൾ സവാളൊക്കെ ചേർത്തില്ല, അതൊക്കെ ഇതുപോലെ അങ്ങ് കോരി, സവാള പട്ട അതുപോലെ ഏലക്കൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കോരിയെടുത്തിട്ട് ഒഴിവാക്കാം. പിന്നെ ഞാൻ ചെറിയൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, നമ്മളിപ്പോൾ തരിക്കഞ്ഞിലേക്കൊക്കെ ചെറിയ ഉള്ളിയല്ലേ ചേർക്കുക, ഇതിലേക്ക് സവാള തന്നെയാണ് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞിട്ട്, ചെറിയൊരു പീസ് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ്, അത് ചേർത്തിട്ടാണ് ഇത് വറവിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വറവിട്ടെടുക്കുക. പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഏകദേശം ആയി വരുന്ന സമയത്ത് അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇത് നേരെ നമുക്ക് ആ ഒരു പാലൂതയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, സെർവ് ചെയ്യുക, കുടിക്കുക. നോമ്പ് തുറന്നിട്ട് കുടിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പാലൂത, കിടിലൻ പാലൂത റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നോമ്പ് കാലത്തൊക്കെ ഇത് കുടിക്കുമ്പോൾ നമുക്ക് ദാഹത്തിനും അതിനൊക്കെ നല്ലതാണ്. ഒരുപാട് തിക്കായിട്ടൊന്നുമല്ല നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു കുറച്ചൊക്കെ ലൂസായിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ നല്ല ടേസ്റ്റ്. ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്